മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ എഫ്ഐആർ സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു. അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാ തീരുമാനവും എടുക്കും. ആ തീരുമാനത്തിൻ്റെ അത് പറയുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാനത് ഏറ്റെടുക്കും. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, എന്താണ് എഫ്ഐആറിലുള്ളത്? അതുപോലെ തന്നെ വി.ഡി. സതീശൻ എന്താണ് ഇക്കാര്യത്തിൽ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്? പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം, എഫ്ഐആർ ഇട്ട കാര്യം കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. ഈ എഫ്ഐആർ പ്രകാരം 5 പരാതികളിലാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ 5 പരാതികളും തേർഡ് പാർട്ടിയാണ്, അതായത് ഇരകൾ നേരിട്ടല്ല നൽകിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതികളിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ചുമത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 78(2), അതുപോലെ തന്നെ 351, പോലീസ് ആക്ട് 120 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സന്ദേശം അയച്ചു, സ്ത്രീകളെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യപ്പെടുത്തി തുടങ്ങിയവയാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം, ഇനി ശരിക്കുള്ള ഇരകളെ കണ്ടെത്തി അവരിൽ നിന്ന് മൊഴിയെടുത്താൽ മാത്രമേ കേസുമായി ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. ഇതിനിടയിലാണ് രാഷ്ട്രീയപരമായ നീക്കം കൂടി നടത്തുന്നത്. പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയ കാര്യം ഇതുവരെയും നിയമസഭയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. സ്പീക്കർക്ക് അത്തരത്തിലൊരു കത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾ സ്വതന്ത്ര MLA ആയാണ് പിന്നീട് സഭയിലെത്തേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു അറിയിപ്പും കിട്ടാത്ത സ്ഥിതിക്ക് രാഹുൽ എന്തായാലും ഇതുവരെ പുതിയ സീറ്റിനായൊന്നും, അതായത് ഇരിപ്പിടം മാറേണ്ടി വരും, അതിനായുള്ള അപേക്ഷകളൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്നുള്ളതാണ്. ഇതിന് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്ന മറുപടി, ഇനി സ്വതന്ത്ര MLA ആയതിനാൽ രാഹുലിന് സ്വയം തീരുമാനിക്കാം എന്നുള്ളതാണ്. പക്ഷേ അത് പാർട്ടിക്കുണ്ടാക്കുന്ന കേടുപാടുകൾ ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തുമെന്നുള്ളതാണ് ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുത്തതാണ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. അപ്പോൾ സ്വാഭാവികമായും സഭയിൽ വരുന്നതിന് അദ്ദേഹത്തിന് തടസ്സങ്ങളൊന്നും മറ്റില്ലെങ്കിലും പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും അദ്ദേഹം ഇത്തവണയെങ്കിലും അവധി എടുക്കുമെന്നുള്ള സൂചനയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള നിലപാടിലല്ല കോൺഗ്രസ് നേതാക്കളുള്ളത്. എന്തായാലും കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ പഴയ നിലപാടിൽ നിന്ന് പല നേതാക്കളും പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ പ്രധാന കാരണവും ഈ പരാതികളുണ്ട്, എഫ്ഐആർ ഇട്ടു എന്ന് പറയുമ്പോഴും നേരിട്ട്, അതായത് ഈ കുറ്റകൃത്യത്തിന് ഇരയായ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും തന്നെ നേരിട്ട് പരാതി നിയമ സംവിധാനം അത് പലരായി ആവർത്തിക്കുന്നത്. പ്രവീണ.